അങ്ങനെ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് തുടർന്നുകൊണ്ടേയിരുന്നു. മുംബൈ നഗരത്തെ അനുസ്മരിപ്പിക്കും വിധമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഉച്ചയായതിനാൽ റോഡുകളിൽ വലിയ തിരക്കൊന്നുമില്ല. മെക്സിക്കൻ ശൈലിയിലുള്ള വേഷവിധാനങ്ങൾ ഇപ്പോഴും ഇവിടുത്തെ ജനത തുടർന്നു കൊണ്ടേവരുന്നു എന്നതാണ് രസകരമായ ഒരു കാഴ്ച. തൊട്ടടുത്ത അതിർവരമ്പ് പങ്കിടുന്ന US എന്ന വൻമരത്തിനെ വെച്ച് നോക്കുമ്പോൾ ഈ രാജ്യം ഇനിയും എത്രയോ മുന്നിലേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്ന് തോന്നിപ്പോകുന്നു. ഒരുവിധം എല്ലാവരും സ്പാനിഷ് തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നീട് ഒരു ആകർഷണമായി തോന്നിയത് ഈ അമേരിക്കയിൽ സ്കൂൾ ബസ്സുകൾ ഇപ്പോഴും അവർ ആ പഴയ ഡിസൈൻ തന്നെയാണ് നിർമ്മിച്ചു വരുന്നതും കണ്ടുവരുന്നതും. അതുപോലെ തന്നെയാണ് ഇവിടെ മെക്സിക്കോയിൽ നമ്മുടെ 18 ആ കാലഘട്ടത്തിലൊക്കെ ആനവണ്ടി എങ്ങനെയുണ്ടായിരുന്നോ അതിനെ അനുസ്മരിപ്പിക്കും വിധമാണ് ഇവിടുത്തെ ബസ്സുകൾ. അത് അവരിപ്പോഴും അവരുടെ ഒരു ട്രേഡ് മാർക്കായിട്ട് തന്നെ അവർ സൂക്ഷിച്ചു വരുന്നുമുണ്ട്. അങ്ങനെ ഞങ്ങളുടെ യാത്ര പിന്നെയും മെക്സിക്കൻ തെരുവുകളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഈ മെക്സിക്കൻ തെരുവുകളിലൂടെ നടക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലേക്ക് വരുന്നത് കോക്കോ എന്ന മൂവിയെ പറ്റിയാണ്. മെക്സിക്കൻ സംസ്കാരികതയുടെ എല്ലാ വർണ്ണങ്ങളും ചേർത്തിണക്കിയ ഒരു ചലച്ചിത്രം. എനിക്ക് ശരിക്കും ഈ എൻ്റെ മനസ്സിനെ തൊട്ട ഒരു ചലച്ചിത്രമാണ് ഈ കോക്കോ. അതുകൊണ്ട് ഇവിടുത്തെ വസ്ത്രശൈലി അതുപോലെ തന്നെ കടകളും തെരുവുകളും ഒക്കെ കാണുമ്പോൾ ആ സിനിമയിൽ അകപ്പെട്ടതുപോലെ ഒരു ഫീലിംഗ് ആണ്. തലയിലെ വലിയ തൊപ്പിയും കയ്യിലൊരു ഗിത്താറും ലോങ് ബൂട്ടും ഹോല പോക്ക് ലോക്കോ സ്പാനിഷ് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു മെക്സിക്കൻ ജനതയിലേക്ക് നമ്മളും അലിഞ്ഞു ചേർന്ന് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗി. അതുപോലെ തന്നെ ഈ മൂവിയിൽ പറയുന്നുണ്ട് മെക്സിക്കൻ ജനത അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് ഈ മ്യൂസിക് സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏത് തെരുവുകളിൽ പോയാലും കടകളിൽ പോയാലും അവരുടെ മെക്സിക്കൻ മരിയാച്ചി ടൈപ്പിലുള്ള മ്യൂസിക്സ് നമുക്ക് എവിടെയും കേൾക്കാം. പിന്നെ മെക്സിക്കോ അവരുടെ കൾച്ചറിൽ ഒരുപാട് ഡൈവേഴ്സിറ്റീസ് ഉണ്ട്. അതായത് അവരുടെ പൂർവികരെ ഓർക്കുന്ന ഒരു ദിവസം ഉണ്ട്. ഒഫ്രണ്ട, ആ മൂവിയിൽ കാണുന്ന പോലെ ഒഫ്രണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ പൂർവികരുടെ ഫോട്ടോ എല്ലാം വെക്കും. അവർക്ക് വേണ്ടി ഒരു ദിവസം അവർ ആചരിക്കും. അവർ മടങ്ങി വരും, അവരുടെ നെക്സ്റ്റ് ജനറേഷനെ കണ്ട് സന്തോഷിച്ച് തിരികെ പോകും. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും അവർ ചെയ്തു വെക്കാറുണ്ട്. മെക്സിക്കോ ഇസ് റിയലി അമേസിങ്. ടൂറിസം ആയാലും ബീച്ചസ് കൊണ്ടും മൗണ്ടൻസ് കൊണ്ടും ഒക്കെ മനോഹരമായ അനേകം പ്ലേസസ് മെക്സിക്കോയിലുണ്ട്. മെക്സിക്കോയിൽ ഇതിനു മുമ്പ് പോയിട്ടുള്ള സ്ഥലങ്ങളുടെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് എടുക്കാൻ പറ്റാഞ്ഞത് ഞാനിന്ന് ഒരുപാട് വിഷമമുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ മെക്സിക്കോയിൽ വന്നിട്ട് നമ്മളിപ്പോൾ ആരുടെങ്കിലും എന്തെങ്കിലും മെക്സിക്കോയിൽ 1-2 വട്ടം അല്ലെങ്കിൽ നമുക്കറിയാവുന്ന രീതിയിൽ എന്തെങ്കിലും നമ്മൾ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്തോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്കും സ്പാനിഷ് പഠിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ സ്പാനിഷിൽ എന്തൊക്കെയോ സംസാരിക്കണം എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് വരും. അങ്ങനെയൊക്കെ മെക്സിക്കൻ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ മെക്സിക്കൻ തെരുവിലൂടെ പുതിയ വഴികൾ തേടി ഇങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു. कोको कोला का बड़ा वाला ट्रक वो क्या है? यूनिफॉर्म, कॉलेज यूनिफॉर्म करेगा.
जो इलेक्ट्रा बोला ना वो हाँ मुझे भी थोड़ा थोड़ा लग रहा है कि वो अंदर फर्नीचर शॉप है उसके अंदर है वो इधर ही कहीं खोले और कितना दूर है रे 250 meters. हैं? 250.